ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. കുട്ടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1ാം ക്ലാസ് മുതൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2024-25 അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ഏപ്രിൽ 10 അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടത് വിദ്യാർത്ഥിയുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുക, മൊബൈൽ നമ്പർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരും റവന്യൂ ജില്ലയും, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവർ മരണപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, രക്ഷകർത്താവിൻ്റെ പേര്, അഡ്രസ്സ്, രക്ഷകർത്താവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും, അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ, 5 വയസ്സിന് താഴെ വരാൻ സാധ്യതയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. കുടുംബ വാർഷിക വരുമാനം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. BPL കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രവും, അല്ലാത്തവർ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കേണ്ടത്. വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താവിൻ്റെയും പേരിൽ ദേശസാൽകൃത ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാസ്ബുക്കിൻ്റെ 1ാം പേജിൻ്റെ ഫോട്ടോകോപ്പിയും അപേക്ഷയോടൊപ്പം വെക്കണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ചേർക്കുക. അതിനുശേഷം സത്യപ്രസ്താവനയിൽ വിദ്യാർത്ഥിയുടെ പേരും ഒപ്പുമിടുക. രക്ഷകർത്താവിൻ്റെ പേര്, ഒപ്പ്, സത്യപ്രസ്താവന ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്കൂളിലാണ് സമർപ്പിക്കേണ്ടത്. ഇതാണ് അപേക്ഷാ ഫോം വരിക. അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് സ്കൂളിൽ കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി